ഹലോ, ഒരു ഈസി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ബസ്മതി റൈസ് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ മസാല, ഗരം മസാല, ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നെയ്യും കൂടി ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഒരു 7 to 8 മിനിറ്റ്സ് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കും. റൈസ് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പൊടിച്ചെടുക്കുന്ന മസാല പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരം, ഒരു സ്റ്റാർ അനീസ്, പിന്നെ പുതിനയില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് തൈരും നാരങ്ങ നീരും കൂടെ ചേർത്ത് ചിക്കനിലിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചേക്കുന്നത്. ബോണുള്ള ചിക്കനായാലും മതി കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് വല്ലതും ചിക്കനിലൊന്ന് പുരട്ടി വെച്ചിട്ട് ചിക്കൻ അങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കാതെ വേവിക്കുന്നതായിരിക്കും നല്ലത്. ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. ഒരു 15 to 20 മിനിറ്റ്സ്. ചിക്കൻ വേകുന്ന സമയത്ത് ഞാൻ ഒരു സവോള, 1/2 ടീസ്പൂൺ നെയ്യ് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തിട്ട് എയർ ഫ്രയറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ഈ ഒരു സവോള എണ്ണയിലോ നെയ്യിലോ ഇട്ട് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് ഇങ്ങനെ എയർ ഫ്രയറിൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നോർമൽ ഫ്രൈയിങ് പ്രൊസീജിയർ ചെയ്താലും മതി. ചിക്കൻ ഒരു 3/4 വേവ് ആകുമ്പോഴത്തേക്കും വേറൊരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂ കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലോട്ട് തന്നെ ബാക്കി ഒരു 2 സവോള ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നെയ്യ് മതി കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അധികം നെയ്യില്ലാതെ വഴറ്റിയെടുക്കാൻ പറ്റും. 2 ടൊമാറ്റോ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ആ വെന്ത ചിക്കനും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോളയില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി നല്ല ഒരു ഗ്രേവി റെഡിയാക്കി വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി നന്നായിട്ട് നല്ല പെരണ്ട നല്ല ഒരു ബ്രൗൺ കളർ ഗ്രേവി. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് കൂടെ ചേർക്കാം കേട്ടോ. ആ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് നല്ലൊരു മണമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ലെയർ ചെയ്യാം. ആദ്യം വേവിച്ച് വെച്ചിരുന്ന കുക്ക്ഡ് റൈസ് ഇടുക. അതിൻ്റെ പുറത്ത് മല്ലിയില, പുതിനയില ഇടുക. പിന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ പീസസ് ഇടാം. ഇല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ പൈനാപ്പിൾ പീസസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ എസൻസ് ചേർത്തു. പിന്നെ ഇച്ചിരി നെയ്യൊക്കെ വേണമെങ്കിൽ 2-3 ഡ്രോപ്സ് ചേർക്കാം. പിന്നെ ഞാൻ ആ മസാല ചിക്കൻ ഫുള്ളായിട്ട് ചേർത്ത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫുള്ളായിട്ട് ഒരുപാട് ലെയേഴ്സൊന്നുമില്ല. ഫുൾ ചിക്കൻ ചേർത്ത് എൻ്റെ മുകളിലോട്ട് റൈസും ഇട്ടു, മല്ലിയില, പുതിനയില ഇട്ടു, കുറച്ച് എസൻസും കൂടെ ഒഴിച്ചിട്ട് അന്ന് ദം ചെയ്യാനായിട്ട് വെച്ചു. ദം ചെയ്യാനായിട്ട് അടിയിലൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് അടച്ച് വെച്ചിട്ട് ആണ് ദം ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നല്ല ഒരു ഫ്ലേവറുള്ള റൈസ്.